ആ സ്ത്രീ ഇവിടെ? അമ്മ വിളിപ്പിച്ചു. അമ്മയോ? അമ്മണിന്നല്ലേ പേര്? അതെ, ഞാൻ മറന്നിട്ടില്ല. എന്നെ വിളിപ്പിച്ചു എന്ന് പണിക്കരയേട്ടം വന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. അതും നിങ്ങൾ വിളിച്ചു എന്നറിഞ്ഞപ്പോൾ. അതുകൊണ്ട് മാത്രം വന്നതാണ്. സാരമില്ല, ഞാൻ പൊയ്ക്കൊള്ളാം. ഈ മുറി അമ്മയ്ക്ക് ഉപയോഗിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. സാവിത്രി, അമ്മണിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാവിത്രി അമ്മണിയാണെന്ന് അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ? പാവം സ്ത്രീ, അവർക്ക് അവരുടെ മകനെയും രക്ഷപ്പെടുത്തി കൊടുക്കും. കോടതിയിൽ അച്ഛൻ എന്നെ എതിർക്കുന്നു. വീട്ടിൽ എന്റെ അമ്മ ഞാൻ എതിർക്കുന്ന കക്ഷിയുടെ അമ്മയെ വിളിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. ആരൊക്കെ എതിർത്താലും ഒടുവിൽ ജയിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അച്ഛന് അച്ഛന്റെ ജയമാണ് വലുത്. മകന്റെ ജയവും. ഇതിനിടയിൽ ഈ അമ്മയുടെ മനസ്സിൽ ആര് ജയിക്കുന്നു, ആര് തോൽക്കുന്നു, ആ വേദന ആരറിയാൻ? മലങ്കോള പട്ടിക്കേസാ. ഒരൽശേഷം പട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊന്ന്. മനുഷ്യനേക്കാൾ മെച്ചം പട്ടിയാണെന്ന് നിസി മനസ്സിലാക്കി. എന്തിനാണ് ഒരു പീണപ്പട്ടിക്ക് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നത്? കാമുകന്മാർക്ക് വേണ്ടി ഭർത്താക്കന്മാരെ കൊന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നിസിക്ക് പട്ടിയോടും പട്ടിക്ക് നിസിയോടും പരമ ലവായിരുന്നു. ഒരു ദിവസം പട്ടിയുടെ ലവ് കണ്ട് ഹസ്ബൻഡ് സായിവ് വന്ന്. സിനിമയിലെ ക്ലൈമാക്സ് പോലെ സായിവ് നിസിയൊന്ന് പെരുമാറി. പിന്നെ ജെയിംസ് ബോണ്ട് ആക്ഷനാണ്. സായിവ് പട്ടിയെ ഷൂട്ട് ചെയ്തു. നിസിക്കാൻ സഹിക്കാൻ പറ്റിയില്ല. നിസി മേശോർന്ന് തോക്കെടുത്ത് ഒരു പട്ടിക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? നീ ഇന്നലെ വൈകുന്നേരം എവിടെ പോയി? നീ ആ ചന്തമുക്കിലെ ഷാപ്പിലെ മുതലാളി അന്വേഷിച്ചു വന്നിരുന്നു. ഞാൻ ഫുട്ബോൾ മാച്ചസിന് പോയി. നല്ലൊരു കോള് വന്നപ്പോൾ അവന്റെ ഒരു ഫുട്ബോൾ കളി. ഫുട്ബോൾ കളി കാണാൻ പോയി. ചേട്ടനെ പറയാ, ഫുട്ബോളും ഞാനും രാഷ്ട്രീയവും കാലുമാറ്റം പോലെ അമേദ്യമായ ബന്ധമുണ്ട്. എന്നിട്ട് ഏത് ടീമാണ് ജയിച്ചത്? അതൊന്നും പറയാതിരിക്കാ പണിക്കരേട്ടാ നല്ല. അയാളോ നിഷേധി, പറഞ്ഞാ കേക്കില്ല, പറഞ്ഞാ മനസ്സിലാകിയുമില്ല. നീയോ ആ കൊലപാതകയുടെ തള്ളയെ വിളിച്ചുകൊണ്ട് താമസിപ്പിക്കാൻ നീയും കൂട്ടുന്നുണ്ട്. ഇവരേതാ സ്ത്രീ? ഇവരാണോ ആ കൊലപാതകരുടെ തള്ള? എന്താ വരൂ, എന്താ പേര്? അമ്മിണി. എന്താ ജാതി? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ജാതിയെന്ന്? ജാതിയും കുലമൊന്നും ഇല്ലാത്തനമായിരിക്കും. അച്ഛൻ വരൂ. ഇല്ലില്ല, വരാനുവരിക്കാനൊന്നും ഞാനില്ല. ഈ സ്ത്രീ ഏതാ? എന്താ ജാതി? ചുറ്റുപാടെന്താ? ഇത് വല്ലതും അന്വേഷിച്ചിട്ടാണോ നീ ഇവിടെ വിളിച്ച് താമസിപ്പിച്ചത്? ഇനി അവൻ വിളിച്ച് താമസിപ്പിച്ചാലും ഇറക്കി വിടേണ്ടത് നിന്റെ ബുദ്ധിയല്ലേ? ഏതായാലും വന്നതൊക്കെ വന്നു, നീ താമസിക്കണ്ട. വേഗം പറഞ്ഞു വിട്ടോളൂ. ഇല്ല ചാ, അത് പറ്റില്ല. പറ്റില്ലെന്നു?
നീ എന്തായി പറയുന്നത്? ശിവ ശിവ. അദ്ദേഹം അനുവദിക്കുന്നിടത്തോളം അമ്മിണി ഇവിടെ തന്നെ താമസിക്കും. അച്ഛൻ ഇതിൽ ഇടപെടരുത്. ഇടപെടരുന്നു. തോന്നിയാസം കാണിച്ച പിന്നെ ഇടപെടാതെ. ക്ഷമിക്കണം അച്ഛാ, ഇത് അദ്ദേഹത്തിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ. എന്ത് നീ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ ഇഷ്ടം. നീ തന്നെ എന്നോട് ഇത് പറയണം, അതും ഈ സ്ത്രീയുടെ മുമ്പിൽ വെച്ച്. മതി മോളെ, നീ മതി. ഇനി ഞാനിവിടെ നിൽക്കില്ല. ഇനി പഠിക്കകത്ത് ഞാൻ കയറി. ഞാൻ പോയിക്കൊള്ള. പണിക്കരി ചേട്ടനോട് ആവോളം പറഞ്ഞതാണ് ഞാൻ വരില്ല എന്ന്. ഒരിക്കലും ഞാൻ വരാൻ ആഗ്രഹിച്ചതുമല്ല. നിങ്ങൾ കൂടി വിളിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വന്നത്. ഇനി ഞാനിവിടെ നിന്നുകൂടാ. പൊയ്ക്കോട്ടെ. പാടില്ല. അമ്മയെ പോയാൽ അദ്ദേഹത്തിന് മനസ്സ് വേദനിക്കും. അതിനെ ഞാൻ അനുവദിക്കില്ല.